വിഷുക്കാലം വന്നെത്തിയെന്ന് നമ്മളറിയണത് ഇങ്ങനെയാണല്ലേ. കണിക്കൊന്ന പൂത്തു. നിങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ കണിക്കൊന്ന പൂത്തിട്ടുണ്ടാവും അല്ലേ. ഞങ്ങളുടെ കണിക്കൊന്ന അങ്ങനെ പൂത്ത് നിറഞ്ഞു തുടങ്ങി. ഇതൊക്കെ മാവാണ് കേട്ടോ. ഞങ്ങളുടെ മാവും തോപ്പാണത്. 3-4 തരം മാവുണ്ട്. പക്ഷെ ഒരു മാവേ വാങ്ങിയിട്ടുണ്ടാവുള്ളൂ എന്ന് മാത്രം. ഇതുണ്ട് മാവെന്നും പറയാം, തണലായിട്ട് നിർത്താം. ഇതാ വരെ വാങ്ങിയിട്ടുണ്ടായിട്ടില്ല. അത് ബഡ് മേടിച്ച് വെച്ചതാണ്, വാങ്ങിയിട്ടുണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു കമ്പ് ഞാൻ ഒടിച്ചെടുത്തു. കണ്ടോ, ഇതെന്താ പാലയുടെ ഇല. ഇതാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ആക്കുന്ന ഇല. ഇതിൻ്റെ വിത്ത് ഞാനേ കിട്ടിങ്ങ കാണിച്ചു തരാമെന്ന് വെച്ചു. 2 തുമ്പ് കൂടി നിൽക്കുന്നതാണ്. അതെന്നാലും അതിങ്ങനെ ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റണില്ലേ, ഭയങ്കര പച്ച കളറായ കാരണം കൊണ്ടേ ശരിക്ക് ഇങ്ങോട്ടെ. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ പുറകു വശം ഞാൻ കാണിച്ചു തരാം. ചിലവർക്ക് പെട്ടെന്ന് ഇതിങ്ങനെ പെട്ടെന്ന് ഇല കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ വിത്ത് ഇനി എപ്പോഴെങ്കിലും അതിൻ്റെ വിത്ത് ശരിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താ പാല ഇല നല്ല പറഞ്ഞ ഷേപ്പിലുള്ളതില്ല, ഇതന്നെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പവിഴമല്ലിയുടെ പൂ കൊഴിഞ്ഞ് കിടക്കുന്നു. കണ്ടോ, പവിഴമല്ലി നിറച്ച് പൂവുണ്ടാവും.